ഉത്തർപ്രദേശിലെ സംഭാലിൽ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ നടപടി പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വാർത്ത ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരികയാണ്. ഈ വാർത്ത ഉത്തർപ്രദേശിലെ ബല്ലിയിലെ BJP ക്യാമ്പ് ഓഫീസിനെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്തയിൽ അമ്പരന്നിരിക്കുകയാണ് നേതാക്കൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് നേതാക്കളാണെന്ന്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാക്കൾ തന്നെയാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ബുൾഡോസർ നടപടി നടത്തുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ജനവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മുടെ കേരളത്തിലടക്കം പല മാധ്യമങ്ങളും യാതൊരു അടിസ്ഥാനവുമില്ലാതെ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. അതേസമയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ തിരിഞ്ഞിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല, ഉത്തർപ്രദേശിൽ BJP ഓഫീസിന് നേരെയാണ് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച ബല്ലിയിലെ BJP ക്യാമ്പ് ഓഫീസാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പൊളിച്ചടുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനധികൃതമായി പണിത ഓഫീസാണ് ഇത് എന്നാണ് മുനിസിപ്പാലിറ്റി അടക്കം പറയുന്നത്. മുനിസിപ്പൽ ഭൂമിയിലാണ് ഓഫീസ് പണിതത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു സംഘം മുനിസിപ്പൽ അംഗങ്ങളാണ് ഇത് വന്ന് പൊളിച്ചിരിക്കുന്നത്. ഈ ഓഫീസ് അവിടെ 40 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് 4 പതിറ്റാണ്ടായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഓഫീസാണ് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ യോഗി ആദിത്യനാഥ് കയ്യേറ്റം എന്ന രീതിയിൽ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഫുഡ് ലാബ് 2 അഭിയാൻ സംഘമാണ് ചിറ്റു പാണ്ഡെ ഏരിയയിലെ ഇന്ദിരാ മാർക്കറ്റിലുള്ള BJP ക്യാമ്പ് ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നത്. സംഭാലിൽ നമുക്കറിയാം ആ നടപടിക്രമങ്ങൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ ചിറ്റു പാണ്ഡെ എന്ന് പറയുന്ന സ്ഥലത്തെ BJP ക്യാമ്പ് ഓഫീസും ബുൾഡോസർ നടപടി നേരിടേണ്ടതായി വന്നിരിക്കുന്നത്. ഈ വിഷയത്തെ BJP നേതാക്കൾ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അവിടെയുള്ള സുരേന്ദ്ര സിംഗ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഞങ്ങളുടെ ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥിന് തെറ്റുപറ്റിയിരിക്കുകയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം യോഗിയുടെ ശക്തമായ താക്കീത് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നു എന്നും സൂചനകളുണ്ട്. യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് കയ്യേറ്റം ഏതായിരുന്നാലും ഞാനത് പൊളിച്ചു കളയുമെന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. മതത്തിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല തൻ്റെ നടപടികളെന്നും മറിച്ച് നീതി, ധർമ്മം, ന്യായം, സത്യം എന്നിങ്ങനെയുള്ള 4 അടിസ്ഥാനത്തെ ആധാരപ്പെടുത്തിയുള്ളതാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന എൻ്റെ ഈ ഒരു നടപടികൾ എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. മറിച്ച് നിങ്ങൾ ഹിന്ദുവാണോ, നിങ്ങൾ മുസ്ലിം ആണോ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയല്ല ഞാൻ നടപടി നടത്തുന്നത്. നിങ്ങൾ BJP ആണോ, നിങ്ങൾ മറ്റു പാർട്ടികളാണോ എന്ന് നോക്കിയല്ല ഞാൻ നടപടികൾ എടുക്കുന്നത് എന്നും യോഗി ആദിത്യനാഥിന്റെ ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശം, സൂചന വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഈ ഭാഗത്തുള്ള ഈ ഓഫീസ് പൊളിച്ചതിൽ ആ ഭാഗത്തുള്ള നേതാക്കൾ, ആ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സുരേന്ദ്ര സിംഗിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ കയ്യടിയാണ് ഇതിന് യോഗി ആദിത്യനാഥ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമതൊരു മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് വീണ്ടും ഉത്തർപ്രദേശിൽ അധികാരത്തിലേറിയത്. കാരണം പക്ഷാഭേദവും കാണിക്കുന്നില്ല യോഗി ആദിത്യനാഥ്, സ്വജനപക്ഷപാതം അദ്ദേഹത്തിനില്ല. പോരാത്തതിന് നിഷ്കളങ്കമായിട്ടുള്ള നടപടികളാണ് അദ്ദേഹത്തിന്റെ നടപടികൾ എന്ന് കൃത്യമായി ഉത്തർപ്രദേശിലെ ജനങ്ങൾക്കറിയാം. മറിച്ച് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലുള്ള പല മാധ്യമങ്ങളും ഈ വാർത്ത ഒന്നും കൊടുക്കാനായി തയ്യാറായിട്ടില്ല. കേരളത്തിലുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് യോഗി ആദിത്യനാഥ് മുസ്ലിം വിഭാഗങ്ങളുടെ വീട് പൊളിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതിനവർക്ക് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളും മാസപ്പടികളും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.